അതൊക്കെ ചെയ്യാൻ നിന്നത് ഞാൻ ചെയ്യൂലായിരുന്ന. അത് കുഴപ്പമില്ലമ്മേ, ഞാൻ ചെയ്തോളാം. ഇതെനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ അമ്മക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അമ്മ ചെയ്തോളാം. കൊണ്ട അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അങ്ങ് തന്നേക്ക്. ആ നിഷേ, മീനൊന്ന് വെട്ടിക്കറി വെക്കോ വേഗം. എന്താണ് വെറുതെ ഇരിക്കല്ലേ? പറ്റൂലേ? എന്തായാലും ഇവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ. ആ, നീ എന്തിനാണ് ആ കൊച്ചിനെ ബുദ്ധിമുട്ടിക്കണത്? അതൊക്കെ ഞാൻ ചെയ്തോളാല്ല. ഇങ്ങോട്ട് തന്നേക്കത്. അമ്മേനെ ഇവിടെ വഷളാക്കണത് എന്തെങ്കിലും കാണിക്കും. എന്നാ പോടാവുന്നു. ആ നടക്കട്ടെ നടക്കട്ടെ. ആ അമ്മേ, ആ മോളാ, വാ വാ ഇരിക്കി. അമ്മ ഇപ്പൊ വരാട്ടാ. എവിടെ പോണ്? അതെ, മോളുടെ കുറച്ച് തുണിയെ കലക്കിയതേ ഒന്ന് മടക്കി കൊടുക്കാന്ന് വിചാരിച്ചാണ്. മോള് ഇവിടെ ഇരിക്കട്ടെ. അമ്മ അവിടെ ചായ എളുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് എടുത്ത് കുടിച്ചോണ്ടിരിക്കട്ടാ. ഇനിയിപ്പൊ തന്നെ വരാം. അതൊക്കെ പിന്നെ ചെയ്യാമേ. അമ്മ ഇവിടെ ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. വാ. അതൊന്നും ശരിയാകുന്നില്ല. മോക്ക് അതൊന്നും അറിയാൻ പാടില്ലേ. പിന്നെ മോള് മടക്കിയാലും ശരിയാവൂല. അപ്പൊ അമ്മ ചെന്നൊന്ന് സഹായിച്ചു കൊടുക്കാന്ന് വിചാരിച്ചാണ്. അമ്മയുടെ എപ്പോഴും ചെയ്യണതേ. നടക്കട്ടെ നടക്കട്ടെ. അമ്മയുടെ പോലത്തെ ഒരു അമ്മയമ്മയെ കിട്ടണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇരിക്കിപ്പോ വരാം. ആ അല്ലമ്മേ, ഈ നാത്തൂര് അടുക്കളയിലോട്ടൊന്നും വരാറില്ലേ? എന്താണ് കാണാറില്ലല്ല? മോളങ്ങനെ അടുക്കളയിലോട്ടൊന്നും വരാറില്ല. വല്ലപ്പോഴൊക്കെ വരുള്ളൂ. അതിന്റെ ആവശ്യമൊന്നുമല്ലല്ലോ മോളെ. ഇവിടെ എല്ലാം ചെയ്യാൻ ഞാനുണ്ടല്ല. പിന്നെന്തിനാണ് മോളെ വെറുതെ ബുദ്ധിമുട്ടിക്കണതേ? അതിനും തലയിട്ടൊന്നും വെക്കണ്ടമ്മേ. ആളത്ര പാവമൊന്നുമല്ല. അതിനും വഷളാക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ മോൾ അങ്ങനെയൊന്നുമല്ല, നല്ല കൊച്ചാണ്. നീ പോയേ പരദൂഷണം പറയാണ്ട്. ഓ എന്റെ പൊന്നോ, ഞാൻ പോയിക്കോളാം. ആ പോ. ആ ഏട്ടാ, എന്തു പറഞ്ഞു ഡോക്ടർ? കാലുമ്മ ഫ്രാക്ചർ ഉണ്ട്. 1 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കണേ. ആണോ? ആ എക്സ്റേ എടുത്ത് അതിന്റെ എല്ലാം ഉണ്ട്, മരുന്നുണ്ട് എല്ലാം. ആ കൊടുക്കേണ്ട സമയത്ത് ഇതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഇതില്ലെങ്കിൽ ആ 1 മാസം കൊണ്ട് മാറൂലേ. പ്രായം ഇത്രമായവരെ പെട്ടെന്ന് മാറാൻ, ഫ്രാക്ചർ മാറാനായിട്ട് ബുദ്ധിമുട്ടാണെന്നാണ് ഡോക്ടർ പറയണത്. ആ ഇന്ന കറക്റ്റ് ആയിട്ട് മരുന്ന് അതിനകത്ത് കൊടുക്കേണ്ട സമയവും എഴുതിയിട്ടുണ്ട്, അളവ് എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് കൊടുക്ക്. അയ്യോ, ഞാനാ എന്നെ കൊണ്ടൊന്നും പറ്റൂല. അതെന്താണ് പറ്റാത്തത്? അത് പിന്നെ ദീപേച്ചിനെ വിളിക്ക്. ദീപേച്ചി സ്വന്തം മോളല്ലേ, ചേച്ചി നോക്കിക്കോളും. അത് കൊള്ളാം. കേട്ടല്ല അമ്മേ, അമ്മക്ക് തൃപ്തിയായല്ല? എന്തായിരുന്നു അമ്മക്ക്? ദീപനെ തന്നെ വിളിക്കാം, എന്നാലല്ലേ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കുള്ളൂ.
ഇപ്പൊ മനസ്സിലായല്ല ഇവളുടെ തനി നിറം. അത് പിന്നെ അമ്മേ, ഞാനങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല. മനസ്സിലായി മോളെ, മോളൊന്നും പറയണമെന്നില്ല. മോളെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോളേ ഞാൻ എന്റെ സ്വന്തം മോളായിട്ടാണ് മോളെ കണ്ടതേ. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് പെൺപിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണേ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പെൺപിള്ളേരാ. അപ്പ അതുകൊണ്ടാണ് ഞാൻ മോളൊരു പണിയും ചെയ്യിപ്പിക്കാണ്ടൊക്കെ നോക്കിയതേ. എനിക്ക് അങ്ങനെയാണ് ഞാൻ. പക്ഷേ നമ്മൾ ആരെ സ്നേഹിച്ചാലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുതെന്നേ എനിക്കിപ്പോ മനസ്സിലായി. നമുക്കൊരാപത്ത് വരുമ്പോ നമ്മൾ ആരെയും പ്രതീക്ഷിക്കരുത്. അല്ല, എന്റെ മോളെന്നെ നോക്കിക്കോളും. അവക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനാണ്. എല്ലാവർക്കും അവരവരുടെ അമ്മമാര് തന്നെയാണല്ലോ വലുത്. അമ്മായിയമ്മമാര് എത്ര മരുമക്കളെ സ്നേഹിച്ചാലും അതെപ്പോഴും ഒരു വേച്ചു കേട്ടലാണ്. അമ്മായിയമ്മമാർക്ക് ഒരിക്കലും സ്വന്തം അമ്മായാൻ പറ്റൂലല്ലോ മോളെ. കൊഴപ്പില്ല. എങ്കിലും മോളോട് എനിക്ക് ദേഷ്യമൊന്നുമില്ലട്ടാ. എനിക്ക് മോളോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. ദീപ വന്നോളും, ദീപ നോക്കിക്കോളും അമ്മന ഏട്ടാ. അവക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അമ്മക്ക് ഞാൻ ഗുളിക എടുത്തരാ. ഇല്ല വേണ്ട, അവൻ എടുത്തന്നോളും. മോള് പോയിക്കോ. അമ്മക്ക് എന്നോട് ദേഷ്യം ആയതുകൊണ്ടാണോ? ഏയ്, എനിക്ക് ദേഷ്യമൊന്നുമില്ല മോളെ. മോള് പോയിക്കോ. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. നമ്മൾ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാലും അത് തിരിച്ചു കിട്ടണമെന്നില്ലല്ലോ. സ്നേഹം അങ്ങനെയാണല്ലോ, നമുക്കുള്ളത് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.